നമ്മളെ സ്പെഷ്യൽ മീൻകറി. അത്രയ്ക്ക് എരിവൊന്നും ഇല്ല കേട്ടോ, പാകത്തിനുള്ള എരിവേ ഉള്ളൂ. ഓവറായിട്ടുള്ള എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ചാറും കൂടെ വയ്ക്കാം. നമസ്കാരം. നമ്മളിന്ന് ഒരു കുക്കിംഗ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യണത്. അതൊരു വെറൈറ്റി ആയിട്ടുള്ള മീൻകറിയാണ്. അതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിലേക്ക് തേങ്ങ അല്ലെങ്കിൽ മുളക് പൊടി ഇതൊന്നും നമ്മൾ ചേർക്കണില്ല. പക്ഷേ നല്ല ഷാപ്പിലെ കറി എന്നൊക്കെ പറയുന്ന പോലെ അടിപൊളിയായിട്ടുള്ള ഒരു മീൻകറിയാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിന്നിപ്പോൾ കേര മീനാണ് എടുത്തിട്ടുള്ളത്. കേര, ചൂര, നെമ്മീൻ, ഓലക്കൊടിയൻ ഇതൊക്കെ ഉപയോഗിച്ച് വെക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ളത് പിന്നെ കേരയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കഷ്ണം മീനുകളാണ് നല്ലത്. കേര, ചൂര, ഓലക്കൊടിയൻ, നെമ്മീൻ അങ്ങനത്തെയൊക്കെ. അപ്പോൾ അത് വെച്ചാണ് ഈ മീൻകറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. പിന്നെ ചെറിയ മീനിൽ അയലയും വങ്കടയും വെച്ച് നോക്കിയിട്ടുണ്ട്. അത് രണ്ടും നല്ലതായിരുന്നു. ചെറുതരം മീനുകൾ അത്ര നന്നാവോ എന്നറിയില്ല. ഇതിനകത്ത് ഇപ്പം നമ്മൾ മുളക് പൊടി ഇടില്ല എന്ന് പറഞ്ഞില്ലേ, പകരം ചേർക്കണത് ഈ പിരിയൻ മുളകാണ്. അപ്പോൾ ഇതാക്കണ്ട, പിരിയൻ മുളക് അല്ലാതെ മറ്റേ മുളക് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 1 കിലോ മീനാണ്, ഇതിനൊരു 20-25 മുളകോളം എടുക്കുന്നുണ്ട്. എരിവ് ഓരോരുത്തരുടെ അനുസരിച്ചിട്ട്. ചിലവർക്ക് നല്ല എരിവ് വേണമെന്നാണെങ്കിൽ പകുതി പിരിയൻ മുളകും മറ്റേ സാധാരണ വറ്റൽ മുളകും കൂടെ ചേർക്കാം. എനിക്ക് എരിവ് വേണ്ടാത്തതുകൊണ്ടാണ് പിരിയൻ മുളക് മാത്രം ചേർക്കണതേ. ഈ പിരിയൻ മുളക് നമുക്ക് അരയ്ക്കാനുള്ളത്, അതുകൊണ്ട് നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തി എടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 2-3 മണിക്കൂർ മുമ്പേ അങ്ങ് വെള്ളത്തിലിട്ട് വയ്ക്കും. അതിപ്പോൾ അങ്ങനെ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് കുറച്ച് നല്ല തിളച്ച വെള്ളമില്ലേ, അത് കുറച്ച് ഒഴിച്ച് വെച്ചാൽ അരമണിക്കൂറിൽ തന്നെ അത് ഇതുപോലെ കുതിർന്ന് വരും. നമുക്കെല്ലാം മഷി പോലെ അരച്ചെടുക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ കുതിർത്തി എടുക്കുന്നത്. ഇത് ഫുൾ കുതിർത്തി വെച്ചതാണ്, ഞാൻ നേരത്തെ തന്നെ വെച്ചേർന്നതാണ്. ഇനി നമുക്ക് ഇതിനെയൊക്കെ കൂടി അരയ്ക്കണം. ഇനി വേണ്ട 2 പ്രധാനപ്പെട്ട സാധനങ്ങളാണ് ഇതുപോലെ വെളുത്തുള്ളി. 1 കിലോ മീനായതുകൊണ്ട് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ 4 എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടെ. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് അരയ്ക്കാനുള്ളതാണേ. കുടംപുളി ഇല്ലാതെ എന്ത് മീൻകറിയില്ല. എനിക്കാണെങ്കിൽ ഇച്ചിരി പുളി കൂടുതൽ വേണ്ട ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് തേങ്ങ അരയ്ക്കാത്തതുകൊണ്ട് ഒരു പുളി മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വാദാണ് വേണ്ടത്. അപ്പം അതിനുള്ള കുടംപുളിയാണ് ഇത്. നമുക്കപ്പോൾ ഈ അരച്ചെടുക്കാനുള്ളതൊക്കെ ഒന്നേ ജാറിലോട്ട് ഇടാം. ഈ മുളകാണെങ്കിൽ ഞാൻ നന്നായി കഴുകിയിട്ടാണ് കുതിരാനിടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുതിർന്ന വെള്ളവും നമുക്ക് കളയണ്ട, അതിട്ട് തന്നെ ഇതിലേക്ക് അരച്ചെടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഈ 3 കൂട്ടാണ് നമ്മൾ അരച്ചെടുക്കുക. ഇത് കണ്ട അരച്ചെടുത്തതാട്ടോ ആ പേസ്റ്റ്. ഓക്കെ, ഞാൻ ആ വെള്ളത്തിൽ കുതിർത്താനിട്ട ആ ഒരു ഇത് മാത്രമേ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു പരുവം മതി. ഇനി നമുക്ക് വെള്ളം ചേർക്കണമല്ലോ, മീൻ കഷ്ണമൊക്കെ വേവണ്ടേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്വാദ് ഉണ്ടാക്കുന്ന കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതേ നമുക്ക് കറി വെക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ കടുക് പാത്രവും ഓരോ പാത്രങ്ങളൊക്കെ കണ്ടപ്പോൾ ആളുകൾ ചോദിച്ചു ഇത് എവിടെ നിന്നാണ്. ഇത് അതുപോലെ തന്നെ ഒരു വെളിച്ചെണ്ണ കുപ്പിയാണ്. കണ്ട, ഇത് എവിടെ നിന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിനൊരു കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ചതാണ്. ഇത് ഇപ്പം എണ്ണ ചൂടായി വന്നേ. അപ്പോൾ ഈ സമയത്ത് കുറച്ച് കറിവേപ്പില, ഇനി അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ട്. ഈ പാത്രമൊക്കെ അവിടത്തെയാണ്. ക്ലെയോറ എന്നാണ് ആ ഷോപ്പിൻ്റെ പേര്. അത് ഇവിടെ തിരുവനന്തപുരത്ത് കണിയാപുരത്താണ്. അപ്പോൾ ഇതുപോലെ സെറാമിക്കിൻ്റെ കുറേ സാധനങ്ങൾ അവിടെ പോയാൽ കിട്ടും. അവിടെ നിന്നാണ് ഏകദേശം എൻ്റെ എല്ലാം ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സെറാമിക് ടൈപ്പ് പാത്രങ്ങളൊക്കെ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കാരണം ഈ മുളകായാലും പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം പച്ചക്കല്ലേ നമ്മൾ അരച്ചേ. പിന്നെ ഇതിൻ്റെ ഈ പച്ച ഒരു മണവും ആ സ്വാദും പോകുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയാണ് നമ്മളിതിൽ അരച്ചിട്ടുള്ളത്. അപ്പോൾ അരപ്പ് കിടന്നൊന്ന് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ അതൊന്ന് തിളയ്ക്കാം. കാരണം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ നമുക്ക് ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുടംപുളി നമ്മൾ ഇട്ടിട്ടില്ല, കുടംപുളി ഇടണം. ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം 5 മിനിറ്റൊക്കെ ആയിട്ട് അങ്ങനെ നല്ലതായി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് വരും. കണ്ട, നമുക്കിനി ഈ സമയത്തേക്ക് കുടംപുളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി തിളക്കട്ടെ. നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കണം.
എന്ന് വെച്ചാൽ ഇനി മീൻ കഷ്ണം പെറുക്കി ഇടുമ്പോൾ മീൻ അതിൽ കിടന്ന് വേവണം. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു കൊഴുപ്പ് കണ്ട, നല്ലൊരു കൊഴുപ്പ്. ഈ മീൻകറി നിങ്ങൾക്ക് വേറെ എവിടെ ഇതിൻ്റെ റെസിപ്പി ഒന്നും കിട്ടുമല്ലോ, ഞാൻ തന്നെ സ്വന്തമായി കണ്ടുപിടിച്ചത്. അതിനൊരു റീസണും കൂടി ഉണ്ട്. എന്നാന്ന് വെച്ചാൽ എനിക്ക് തേങ്ങ അരച്ച കറി അത്രയ്ക്ക് ഇഷ്ടമല്ല. പക്ഷെ വെറുതെ മുളക് പൊടി ഇട്ട് വെക്കുമ്പോൾ കറിക്ക് തീരെ കൊഴുപ്പും ഉണ്ടാവില്ല. ഈ എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അധികം മുളക് പൊടി ചേർക്കാനും പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഈ മുളക് അരച്ച് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല കൊഴുപ്പുള്ള കറി, എന്നാൽ പിന്നെ തേങ്ങ അരയ്ക്കുകയും വേണ്ട, ഒരുപാട് എരിവും ഉണ്ടാവില്ല. അപ്പോൾ ഒരു നമുക്ക് ഈ ഷാപ്പിലൊക്കെ കിട്ടണ കറി എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഒരു നല്ല നല്ല ഇതാണ്, നല്ല രസമാണ് ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് കുടംപുളിയും കൂടെ കിടന്നൊന്ന് തിളച്ചു. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഒരു പരുവം നോക്കി ഇനി മീനിന് പിടിക്കാനുള്ളതും കൂടെ കണക്കാക്കി ഇട്ടാൽ മതിയല്ലോ. നമുക്ക് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ കപ്പിൽ 2 കപ്പ് വെള്ളം, ഏകദേശം 2 കപ്പ് അടുപ്പിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും മീനുള്ളതുകൊണ്ട്. ഇതൊന്ന് നന്നായി തിളയ്ക്കുമ്പോൾ ഇത് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. അതിന് ശേഷം പിന്നെ വലിയ പണിയൊന്നുമില്ല. ആ മീൻ വെന്ത് ചാറ് കുറുകി വരുമ്പോൾ നേരെ ഓഫ് ചെയ്യുക. ഇച്ചിരി കറിവേപ്പില അങ്ങോട്ട് ഇടുക, ഒരു ലേശം പച്ച വെളിച്ചെണ്ണ, ഇച്ചിരി ഉലുവാപ്പൊടി, കഴിഞ്ഞു. കണ്ടോ, ഈ അരപ്പ് നന്നായി വെട്ടി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മീൻ കഷ്ണം, തീ അങ്ങനെ തന്നെ നിൽക്കട്ടെ, തീ കുറയ്ക്കാൻ നിൽക്കണ്ട, മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മുന്നേ ഞാൻ അയലയാണ് സ്ഥിരമായിട്ട് വെക്കാറേ ഇങ്ങനെ വെക്കുമ്പോൾ. പക്ഷെ പിന്നെ എനിക്ക് കഷ്ണം മീൻ വെച്ച് തുടങ്ങിയ ശേഷം പിന്നെ എനിക്ക് അതായി ഇഷ്ടം. അപ്പം അയല വെക്കുമ്പോൾ അത്രയ്ക്ക് ഇഷ്ടമില്ല. മീൻ കഷ്ണം ഇട്ട് കഴിയുമ്പോഴേ ഇത് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. തവി കൊണ്ട് ഇളക്കിയാൽ ചിലപ്പോഴേ പൊടിയും, അങ്ങനത്തെ മീനായതുകൊണ്ട്. ഇനി തീ ഇച്ചിരി കൂട്ടി വയ്ക്കാം, അവിടെ ഇരുന്ന് വേവട്ടെ. ഇതിപ്പോൾ ഒരു പകുതി വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്കൊന്നുകൂടി ഒന്ന് ചുറ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീൻകറിയുടെ അവസാനവട്ട പണിയാണ്. നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പില, ഇച്ചിരി ഉലുവാപ്പൊടിയൊക്കെ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു പേരിന് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് ചാറ് ഇച്ചിരിയും കൂടി കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് അതിനും കൂടെ കണക്കാക്കിയുള്ള പരുവത്തിന് വേണം നമ്മൾ തീ ഓഫ് ചെയ്ത് വെക്കാൻ. ഇപ്പോൾ അതേ ഇതിൻ്റെ ഒരു പരുവം കണ്ടോ, നമ്മൾ തേങ്ങയൊന്നും അരച്ചിട്ടില്ലേ. അപ്പോൾ അതാ ഇപ്പോൾ നമ്മൾ ഈ കുടംപുളിയൊക്കെ ചെന്നുകൊണ്ട് ഇനിയിപ്പോൾ കഷ്ണം അങ്ങനെ പൊടിയില്ല. അപ്പോൾ തവി കൊണ്ട് എടുത്തുനിന്ന് വെച്ചിട്ട് കണ്ടോ, ഒരു തേങ്ങ അരപ്പോ വേറെ കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നല്ല കൊഴുപ്പുള്ള ഒരു ഗ്രേവി കണ്ട. പിന്നെ നമുക്കിതിവിടെ ഇരിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മീൻകറി ഉണ്ടല്ലോ, ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കണം. ഭയങ്കര അടിപൊളിയാണ്. ഈ പുളിയും ഉപ്പും ഒക്കെ കഷ്ണത്തേലേക്ക് പിടിച്ച് ഒരു അച്ചാറിൻ്റെയൊക്കെ ഒരു പരുവം പോലെ ഇരിക്കും. അപ്പോൾ ചക്കപ്പുഴുക്കിനുള്ള തേങ്ങ, കാന്താരിമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, ഇതുപോലെ ഒരതൽ കറിവേപ്പില, ഇത്രയും ചേർത്തിട്ടാണ് ഈ അരപ്പുണ്ടാക്കുന്നത്. ഇതിപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് ഒതുക്കിയെടുത്തതാണ്. അരയ്ക്കണ്ട, നമ്മുടെ ഒരു അവിയലിൻ്റെയൊക്കെ പരുവത്തിന് ഒതുക്കിയെടുക്കും. കണ്ടോ, ചക്ക ഞാൻ ഉപ്പിട്ട് ഇതാ ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്കിനി നമ്മുടെ അരപ്പ് ചേർക്കാം. ഇതാണ് ഞങ്ങളെ നാട്ടിലേക്ക് ചക്കപ്പുഴുക്ക് എന്ന് പറയുക. എല്ലായിടത്ത് ചക്ക അവിയൽ എന്നൊക്കെ പറയും തോന്നണു അല്ലേ. ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. ചിലവർ വെളുത്തുള്ളിയും കൂടെ ചേർക്കും കേട്ടോ. അപ്പം ഞാൻ ചിലപ്പോഴൊക്കെ ചേർക്കും, ചിലപ്പോൾ ചേർക്കില്ല. നല്ലോണം വേവണ ചക്കയായിരുന്നേ, പെട്ടെന്ന് വെന്ത് കിട്ടി. മഴ തുടങ്ങിയിട്ടും ചക്കയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വെള്ളം കയറുക അങ്ങനെയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ ചക്കയിലേക്ക് അരപ്പ് ചേർത്തിട്ടൊന്ന് അടുപ്പ് വെച്ചേക്കും കേട്ടോ. കാരണം അതൊക്കെ ഒന്ന് ചൂടായി കിട്ടണ്ടേ, അതിന് വേണ്ടി വെച്ചിരിക്കുക. ഇനി ഇതൊന്ന് ഭയങ്കരമായിട്ട് ഇത് വേണ്ട, കാരണം തേങ്ങയുടെ ഒരു ഇത് പോകാൻ വേണ്ടി മതി. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടെടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില അതിൽ അരയ്ക്കണ സമയത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇച്ചിരി കറിവേപ്പില അല്ലാതെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചെയ്യണേ. പിന്നെ
കുറച്ച് പച്ച വെളിച്ചെണ്ണ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു മണവും സ്വാദും ഒക്കെ കിട്ടുന്ന സാധനം ചക്കപ്പുഴുക്കിന്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്ക്, ചക്കയും മീൻകറിയും കപ്പയും മീൻകറിയൊക്കെ ഒരു പ്രത്യേക രസമാണ് അല്ലേ കഴിക്കാൻ. നമ്മളെ സ്പെഷ്യൽ മീൻകറി അത്രയ്ക്ക് എരിവൊന്നും ഇല്ല കേട്ടോ, പാകത്തിനുള്ള എരിവേ ഉള്ളൂ, ഓവറായിട്ടുള്ള എരിവോ കാര്യങ്ങളോ ഒന്നുമില്ല. ചാറും കൂടെ വയ്ക്കാം. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ കഴിക്കണു. അപ്പൂസ് വന്നു സ്കൂൾ വിട്ട്, പക്ഷേ അവൻ യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ല. അപ്പോൾ അവൻ അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. അപ്പോൾ ഞാനപ്പോൾ കഴിച്ചു നോക്കട്ടെ. ആദ്യം നമുക്ക് ഇച്ചിരി ചക്കയും മീൻകറിയുടെ ഗ്രേവിയും കൂടെ ചേർത്ത് കഴിക്കാം. അത് ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു മീൻകറിക്ക്, അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു. അപ്പോൾ കറക്റ്റായി. അപ്പോൾ ഇതുപോലത്തെ മീൻകറി വെച്ച് നോക്കിക്കോട്ടെ, എന്തായാലും ഇഷ്ടാവും. കാരണം ഒരുപാട് പണിയൊന്നുമില്ല. ഈ കൂട്ടരച്ച് വഴറ്റി കഷ്ണം ഇടുക, തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഞാനിതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല. ഇതിൽ തന്നെ ഞാൻ ചിലപ്പോഴൊക്കെ നമ്മൾ അരയ്ക്കാൻ വെക്കണ കൂട്ടിൻ്റെ കൂടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അരയ്ക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് ചില മീനിൻ്റെ കൂടെ എനിക്കത് മല്ലിപ്പൊടിയുടെ ഒരു സ്വാദ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇടാറില്ല. അപ്പോൾ എനിക്ക് ഈ നെമ്മീനും പിന്നെ ഇതുപോലെ കേരയൊന്നും വെക്കുമ്പോൾ ഞാൻ മല്ലിപ്പൊടി ചേർക്കില്ല. പക്ഷേ അയലയും പങ്കടയൊക്കെ വെക്കുമ്പോൾ മല്ലിപ്പൊടിയും കൂടെ ഇടുമ്പോൾ കുറച്ചുകൂടി സ്വാദുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പിന്നെ അത് മുളക് പൊടിയില്ല, മല്ലിപ്പൊടിയില്ല, തേങ്ങയുമില്ല, പക്ഷെ എന്നാലും നല്ല മീൻകറി വെച്ച് നോക്കിക്കോട്ടാ. പിന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക. അതുപോലെ ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് കുക്കിംഗ് റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം.